നാട്ടുനടപ്പായതിനാൽ നാമും അങ്ങനെല്ലാം ചെയ്യണം എന്ന് ചിന്തിക്കുന്നത് ശരിയാകണമെന്നില്ല. മനുഷ്യർ ആചരിച്ചു വരുന്ന പലതും സമൂഹം അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കാലഹരണപ്പെട്ട അനുഷ്ഠാനങ്ങൾ മാത്രമാകും. പ്രയോജനമുള്ളത് തിരഞ്ഞെടുക്കുവാൻ ദൈവവചനമാണ് നമ്മെ സഹായിക്കുന്നത്. ജീവസന്ദേശത്തിൻ്റെ ഉൽപ്പത്തി പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ എന്നാകുന്നു തിരുവചനം പറയുന്നത്. ദൈവാത്മാവിൻ്റെ ചിന്തയും ജഡീക ആലോചനകളും തമ്മിൽ തിരിച്ചറിയുവാൻ ഒരു ദൈവവേദലിന് സാധിക്കണം. ദൈവാത്മാവ് നമ്മെ പുത്രത്വത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നടത്തുമ്പോൾ ജഡം നയിക്കുന്നത് അടിമത്തത്തിലേക്കും ദാസ്യത്വത്തിലേക്കുമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17-ാം അധ്യായത്തിൻ്റെ 5 വരെയുള്ള വാക്യങ്ങൾ. കുറുക്കു വഴികൾ, ഷോർട്ട് കട്ട്സ്, ഇത് ഇഷ്ടമില്ലാത്ത ആരും കാണില്ല. ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യം ഒരു നിമിഷം കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ അതാണ് എല്ലാവർക്കും ഇഷ്ടം. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയും സ്മാർട്ട് ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഈ AI-യുടെയും ഈ കാലത്ത് കുഞ്ഞുങ്ങളൊക്കെ പഠനം ആരംഭിക്കുന്നത് തന്നെ ഷോർട്ട് കട്ടുകളിലൂടെയാണ്. യഥാർത്ഥത്തിൽ സോഫ്റ്റ്വെയറുകൾ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാൻ സഹായിക്കുന്ന കുറുക്കു വഴിയാണ്. അത് കുറുക്കു വഴിയുടെ നല്ല വശം. എന്നാൽ ചില കുറുക്കു വഴികൾ അങ്ങേയറ്റം അപകടകരമാണ്. കാര്യം പെട്ടെന്ന് സാധിച്ചുവെന്ന് വന്നേക്കാം, എന്നാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പലതാണ്. ഉദാഹരണത്തിന്, പഠിക്കാതെ പരീക്ഷ എഴുതാതെ വലിയ വലിയ ബിരുദങ്ങൾ സമ്പാദിക്കുവാനുള്ള കുറുക്കു വഴികൾ, അധ്വാനിക്കാതെ പണം സമ്പാദിക്കുവാനുള്ള കുറുക്കു വഴികൾ, വിളയാത്ത കായ്കൾ മണവും നിറവുമുള്ള പഴമായി വിൽക്കുവാനുള്ള വഴികൾ, ചത്തിട്ട് മാസങ്ങൾ കഴിഞ്ഞ മത്സ്യങ്ങൾ കടലിൽ നിന്ന് ഇപ്പോൾ പിടിച്ചതുപോലെ തോന്നിപ്പിക്കുവാൻ കഴിയുന്ന മാർഗങ്ങൾ. എന്നാൽ ഇത്തരം കുറുക്കു വഴികൾ ഗുണത്തേക്കാളേറെ ദോഷം വരുത്തും എന്നതിൽ സംശയമില്ല. പലരും ഈ അപകടം ഗൗനിക്കുന്നില്ല. എല്ലാവരും ചെയ്യുന്നു, പിന്നെ ഞാൻ മാത്രം മാറി നിന്ന് വിഡ്ഢിയാകേണ്ടതുണ്ടോ എന്ന് സാമാന്യജനം ചിന്തിക്കുന്നു. എങ്ങനെയെങ്കിലും എത്രയും വേഗം എൻ്റെ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ എങ്ങനെയും നടത്തിയിരിക്കും എന്ന ഭാവമാണ് പലർക്കും. ഇങ്ങനെ ചിന്തിച്ച് ഒരമ്മച്ചി വരുത്തി വെച്ച പൊല്ലാപ്പാണ് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഈ പഠനത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നവർക്ക് ഈ പറഞ്ഞത് ആരെക്കുറിച്ചാണ് എന്ന് മനസ്സിലായി കാണും. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്നെ വല്ലാതെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത ഞാൻ തുറന്നു പറയുകയാണ്. അത് നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഈ അധ്യായം വിശുദ്ധ ബൈബിളിൽ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. 15-ാം അധ്യായത്തിൽ അങ്ങനെ ഉന്നതികളിൽ വിരാജിച്ചു കൊണ്ടിരുന്ന അബ്രാം തീർച്ചയായും പൂർണ്ണനായിരുന്നില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അദ്ദേഹത്തെ കൂടുതൽ കുഴപ്പത്തിൽ എത്തിച്ച ഒരു സംഭവം ഈ 16-ാം അധ്യായത്തിൽ കാണുന്നു. സാറായും മിസ്രൈമ്യ ദാസിയായ ഹാഗാറും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന വിള്ളൽ ഈ അധ്യായത്തിൽ നാം കാണും. സാറായുടെയും അബ്രാമിൻ്റെയും അവിശ്വാസവും ഇസ്മായേലിൻ്റെ ജനനവും ഇതിൽ പറഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ മഹത്വത്തിന് ശേഷം താഴേക്ക് വീഴുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അബ്രാമിന് സാറായി നൽകുന്ന നിർദ്ദേശം ശ്രദ്ധിക്കുക. 16-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല, എന്നാൽ അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ,
എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു. അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. മിസ്രൈമിൽ നിന്നും അബ്രാമിന് ലഭിച്ച 2 കാര്യങ്ങൾ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കിട്ടിയപ്പോൾ സ്വത്തായി തോന്നിയതും പിന്നീട് തലവേദനയായി മാറിയതുമായ കാര്യങ്ങൾ. ഒന്നാമത്തേത് വലിയ സമ്പത്ത്, മറ്റേത് മിസ്രൈമ്യ ദാസി ഹാഗാർ. അക്കാലങ്ങളിൽ ഒരു സാധാരണ നാട്ടുനടപ്പാണ് സാറായി നിർദ്ദേശിച്ചത്. ഒരു വ്യക്തിയുടെ ഭാര്യ മക്കളെ പ്രസവിക്കാതെ വരുമ്പോൾ വെപ്പാട്ടികളെ സ്വീകരിക്കുന്ന പതിവ് അന്ന് ആ നാട്ടിലുണ്ടായിരുന്നു. അത് നാട്ടുനടപ്പായിരുന്നതിനാൽ ദൈവം അത് അംഗീകരിച്ചിരുന്നു എന്ന് നിങ്ങൾ എന്നോട് പറയരുത്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് സാറായിയുടെ അഭിപ്രായമായിരുന്നു. അബ്രാം അത് അനുസരിച്ചെന്ന് മാത്രം. കുടുംബത്തിൻ്റെ നായകനെന്ന തൻ്റെ പദവി അടിയറ വെച്ചിട്ട് ഭാര്യയുടെ അഭിപ്രായത്തിന് വഴങ്ങി ദൈവഹിതമല്ലാത്ത ഒരു കാര്യം അബ്രാം ചെയ്യും. ഭാര്യ പറയുന്നതൊന്നും ഭർത്താവ് കേൾക്കരുത് എന്നല്ല ഞാൻ പഠിപ്പിക്കുന്നത്. തീർച്ചയായും കേൾക്കണം. എന്നാൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. സമ്മർദ്ദത്തിന് വഴങ്ങരുത് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അബ്രാം കനാൻ ദേശത്ത് പാർത്ത് 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മിസ്രൈമ്യദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തു. ഈ മിസ്രൈമ്യദാസി അബ്രാമിൻ്റെ വെപ്പാട്ടിയായിത്തീരുന്നു. എന്നാൽ ഇത് ദൈവഹിതപ്രകാരമല്ലായിരുന്നു എന്ന് ഞാൻ വീണ്ടും പറയട്ടെ. ഏതായാലും അവളിലുണ്ടാകുന്ന സന്താനത്തെ ദൈവം വാഗ്ദത്ത സന്തതിയായി അംഗീകരിക്കുവാൻ പോകുന്നില്ല. എന്തുകൊണ്ട്? കാരണം അതൊരു തെറ്റായ നടപടിക്രമമായിരുന്നു. ദൈവം ഇതിന് അനുമതി നൽകി എന്നൊരിക്കലും ചിന്തിക്കരുത്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതിൻ്റെ നേർചിത്രം നൽകാനാണ് ഇത് ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ചരിത്ര സത്യമാണല്ലോ. നാട്ടുനടപ്പ് ശരിയാണെന്ന് ചിന്തിച്ച് നമ്മുടെയൊക്കെ സഭകളിൽ പല നാട്ടുനടപ്പും കടന്നുകൂടിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ വിവാഹങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ പലതും തലപൊക്കും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നാട്ടുനടപ്പും ദൈവഹിതവും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയുന്നത് ഒരു ദൈവ പൈതലിന് അനുഗ്രഹമാണ്. ഇതിനുള്ള വിവേചന ബുദ്ധി നമുക്ക് ആവശ്യമാണ്. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ ഹാഗാറിൻ്റെ അടുക്കൽ ചെന്നു, അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി. ഹാഗാർ പറഞ്ഞു, ഞാനാണിപ്പോൾ അബ്രാമിൻ്റെ കുട്ടിയെ ചുമക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? താൻ അബ്രാമിൻ്റെ അനന്തരാവകാശിയെ ചുമക്കുന്നു എന്നത് പ്രത്യേക പദവിയായി ഹാഗാർ കണ്ടു എന്നർത്ഥം. ഇനി സാറായിക്കൊരു കുട്ടി ഉണ്ടാകുമെന്നതിന് യാതൊരു ഗ്യാരൻറ്റിയുമില്ല. സാറായിക്ക് ഇതൊന്നും സാധിച്ചില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ് ഹാഗാറിൻ്റെ പ്രതികരണം. ഹാഗാർ സാറായിയെ താഴ്ത്തി കാണുവാൻ ആരംഭിച്ചു കാണും. അത് പല വിധത്തിലുമാകാമല്ലോ. ഒരു വീട്ടുവഴക്കിൽ ആരംഭിച്ചത് ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ഇല്ലേ? 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ സാറായി അബ്രാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ എൻ്റെ ദാസിയെ നിൻ്റെ മാർവിടത്തിൽ തന്നു. എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. സാറായി തൻ്റെ ഒറ്റബുദ്ധിയിൽ ചെയ്ത കാര്യം ദൈവം അംഗീകരിച്ചു എന്ന് ചിന്തിക്കരുത്. അതിൻ്റെ ഭവിഷ്യത്ത് അവൾ അനുഭവിക്കുവാൻ തുടങ്ങുന്നു. താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് സാറായി മനസ്സിലാക്കും. എന്നാൽ അതിൻ്റെ കുറ്റവും അവൾ അബ്രഹാമിൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണ്. വാസ്തവത്തിൽ ഇത് അബ്രഹാമിന് ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യമായി മാറുവാൻ പോവുകയാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുപോലെ അബ്രഹാമും സാറായും ആശ്രയിക്കുന്നില്ല എന്നതാണ് ഞാൻ ഇവിടെ ഊന്നിപ്പറയുവാൻ ശ്രമിക്കുന്നത്.
ഈ പറഞ്ഞ സമയമായപ്പോഴേക്കും അബ്രാമിന് 90 സാറായിക്ക് 80 വയസ്സ് പ്രായമുണ്ടായിരുന്നു. തങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുവാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന ചിന്തയിൽ അവർ എത്തിച്ചേർന്നിരുന്നു. ന്യായമായി അങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കും. യുക്തിപരമായി ചിന്തിച്ച് സാറായിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, എനിക്ക് തോന്നുന്നു ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, കാരണം നാട്ടിലെല്ലാവരും അങ്ങനെയാണല്ലോ, നാട്ടു നടപ്പ് അങ്ങനെ ആയിരിക്കും. എന്നാൽ ദൈവോദ്ദേശത്തിൽ നിന്നും വഴിമാറിയുള്ള ഒരു സഞ്ചാരമാണ് നാം ഇവിടെ ഈ പ്രിയപ്പെട്ടവരിൽ കാണുന്നത്. പലർക്കും തെറ്റായൊരു ചിന്താഗതിയുണ്ട്. ബൈബിളിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം അംഗീകരിച്ചതാണ് എന്ന ചിന്തയാണത്. തിരുവചനം ദൈവാത്മപ്രേരിതമാണെന്ന് പറഞ്ഞാൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ദൈവം അംഗീകരിച്ചതാണ് എന്നല്ല. വിശ്വാസവീരന്മാരുടെ വിജയങ്ങൾ മാത്രമല്ല, വീഴ്ചകളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കാര്യങ്ങളുടെ മുഴുവൻ ചിത്രം ലഭിക്കുന്നതിന് സഹായകരമാണ്. ഇവിടെ ഇതിനകത്തെ ധാർമ്മികതയല്ല പ്രധാന പ്രശ്നം. പിന്നെയോ ഈ പറഞ്ഞ സമയത്ത് അബ്രാമും സാറയും ദൈവത്തെ വിശ്വസിച്ചില്ല എന്നതാണ് പ്രശ്നം. അവരുടെ പേരിലുള്ള കുറ്റവും അതാണ്. പലപ്പോഴും ആ ഭാഗം നാം വിട്ടുകളയാറുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കാതെ ഇരിക്കാറുണ്ട്. അല്ലെങ്കിലും പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ നമുക്ക് തള്ളിക്കളയാറുള്ളത്. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, അബ്രാം സാറായിയോട്, നിൻ്റെ ദാസി നിൻ്റെ കയ്യിലിരിക്കും, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഹാഗാർ സാറായിയുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയി. ഇത് അവൾക്കും അവളുടെ ഉള്ളിൽ ഉരുവായ കുട്ടിക്കും അപകടകരമായിരുന്നു എന്ന് വ്യക്തമാണ്. 7-ാം വാക്യം, പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ, ശൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. ഹാഗാർ മരുഭൂമിയിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ യഹോവയുടെ ദൂതൻ അവളെ കാണുകയാണ്. ഇവിടെ യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യാവതാരത്തിന് മുമ്പുള്ള ക്രിസ്തുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദൂതനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ നിഴൽ നമുക്ക് കാണുന്നു. എന്താണത്? നഷ്ടപ്പെട്ടതിനെ എപ്പോഴും തിരഞ്ഞു ചെല്ലുന്ന സ്വഭാവ സവിശേഷത. വീട്ടിൽ നിന്നും വളരെ ദൂരം ഹാഗാർ യാത്ര ചെയ്തു. അവളെ സഹായിക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ദൈവം അവളോട് കരുണ കാണിക്കുന്നു. 8 മുതൽ 10 വരെയുള്ള ഭാഗത്ത് ഈ വിഷയമാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ വിശദീകരിക്കുന്നത്. ഇത് വലിയ വേദനയുടെ വിഷയമാകുവാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സാറായിക്ക് മാത്രമല്ല, പിന്നീട് അബ്രഹാമിനും അതൊരു വലിയ വേദന വരുത്തി വെക്കുന്നതാണ്. ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുവാൻ ഹാഗാർ ഇതാ മടങ്ങി വരുന്നു. കാരണം ആ കുട്ടി അബ്രഹാമിൻ്റെ കുട്ടിയാണ്. 11-12 വാക്യങ്ങളിൽ നാം കാണുന്നത്, നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, യഹോവ നിൻ്റെ സങ്കടം കേൾക്കുകൊണ്ട് അവന് ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം. അവൻ കാട്ടുകഴുതയെപ്പോലെയുള്ള മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അരുളി ചെയ്തു. മധ്യപൂർവേഷ്യയിലെ 4000 വർഷത്തെ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കുമോ? ഇന്ന് അവിടെ അരങ്ങേറുന്ന ആ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അന്ന് അവിടെ എന്താണ് സംഭവിച്ചത്? ഇസ്മായേലിലൂടെ അബ്രഹാമിൻ്റെ മറ്റൊരു പരമ്പര ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം എത്ര വാസ്തവമാണല്ലേ! എന്നാൽ ആ ജനത എല്ലാവർക്കും എതിരാണ്, എല്ലാവരും അവർക്കും എതിരാണ്. 13-14 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. എന്നാറെ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറ്റിന് ബേർ ലെഹറോയി എന്ന് പേരായി. അത് കാദേശിനും ബേരദിനും മധ്യേ ഇരിക്കുന്നു. ദൈവം ഹാഗാറിനോട് എത്ര കരുണയുള്ളവനാണ്. അവളുടെ ജീവിതത്തിൽ ഭവിച്ചത് പാപം മൂലമാണെന്ന് പറയാൻ കഴിയില്ല.
സാറായിയുടെ ഒരു കുറുക്കുവഴി കൊണ്ട് സംഭവിച്ച കാര്യത്തിൻ്റെ അനന്തരഫലം അവൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ദൈവം വളരെ കൃപയോടെ അവളോട് ഇടപെടുന്നു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് അവൾ പേർ വിളിച്ചു. ഇത് അവൾക്കൊരു പുതിയ അനുഭവമാകുന്നു. ഇതിനു മുമ്പ് അവൾ ഇത് ഗ്രഹിച്ചിരുന്നില്ല. എന്നാറെ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. ദൈവം അവളെ കണ്ടു എന്ന യാഥാർത്ഥ്യത്താൽ ഹാഗാർ തുള്ളിച്ചാടുകയാണ്. ഒരുപക്ഷെ ഇന്ന് അത് നമുക്ക് വലിയ കാര്യമായി തോന്നുകയില്ലായിരിക്കാം. കാരണം ദൈവത്തെക്കുറിച്ച് അതിനേക്കാൾ ഉന്നതമായൊരു കാഴ്ചപ്പാട് നമുക്കിന്നുണ്ട്. എന്നാൽ ഹാഗാറിൻ്റെ അവസ്ഥ തികച്ചും വ്യത്യസ്തമായിരുന്നു. പരിമിതികൾ മാത്രമുള്ള മനുഷ്യരായ നമുക്ക് വലിയവനായ ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കാനാണ്? ദൈവത്തിൻ്റെ കരുണയും കൃപയും വഴികളും അത്യഗോചരമാണ്. എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവമുണ്ടെന്നുള്ള ആ ബോധം എത്ര വലിയ ആശ്വാസമാണ് എനിക്ക് നൽകുന്നത്. ഹാഗാറിനെ തേടിച്ചെല്ലുന്ന, ഹാഗാറിനെ കാണുന്ന സ്നേഹവാനായ ദൈവം നമ്മെ ഓരോരുത്തരെയും കാണുകയും അറിയുകയും കരുതുകയും ചെയ്യുന്ന ദൈവമാണവൻ. 15ഉം 16ഉം വാക്യങ്ങൾ. പിന്നെ ഹാഗാർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു. ഹാഗാർ പ്രസവിച്ച തൻ്റെ മകൻ അബ്രാം ഇസ്മായേൽ എന്ന് പേരിട്ടു. ഹാഗാർ അബ്രാമിന് ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. ഇസ്മായേൽ ജനിക്കുമ്പോൾ അബ്രാമിന് 86 വയസ്സുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അബ്രാമിന് പ്രത്യക്ഷനായ 7 അവസരങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് ഇവിടെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. അതിൽ 5 നാം കണ്ടു കഴിഞ്ഞു. അബ്രാമിൻ്റെ ജീവിതത്തിൽ ഏതാനും പരാജയങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങളും ഉണ്ടായിരുന്നു. പലപ്പോഴും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അബ്രാമിനെ പോലെയുള്ള ആളുകളെ നമുക്ക് ആർക്കും എത്തിച്ചേരാൻ സാധിക്കാത്ത ഉയരത്തിൽ നിൽക്കുന്നവരായിട്ടാണ് പലരും ചിന്തിക്കാറുള്ളത്. എന്നാൽ അവരും നമ്മുടെ സമസ്വഭാവമുള്ളവരായിരുന്നു എന്ന് മറക്കരുത്. ഇത് വ്യക്തമാക്കി തരാൻ കൂടിയാണ് അവരുടെ വീഴ്ചകളും പരാജയങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ എല്ലാ ജീവിതാനുഭവങ്ങളിലും അബ്രഹാം ദൈവത്തെ മുറുകെ പിടിച്ചു. വാസ്തവത്തിൽ ദൈവം അവന് നൽകിയ 7 പരീക്ഷകളായിരുന്നു നാം കാണുന്നത്. ഒന്നാമതായി, കൽദേയരുടെ ഊരിൽ നിന്നും ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കി. അതെ, അബ്രഹാമിൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്നും. ആ വിളിയോടെ അബ്രഹാം ഭാഗികമായി അന്ന് പ്രതികരിച്ചു. എന്നാൽ അവൻ്റെ വിശ്വാസം ബലഹീനവും അപൂർണവുമായിരുന്നു. എന്നാലും ദൈവവിളി കേട്ട് അവൻ ഇറങ്ങി തിരിച്ചു എന്നതാണ് പ്രധാനം. അതിൻ്റെ അവസാനം അബ്രാം കനാൻ ദേശത്ത് എത്തിച്ചേർന്നു. ദൈവം അവനെ അനുഗ്രഹിച്ചു. രണ്ടാമതായി, കനാൻ ദേശത്തൊരു ക്ഷാമമുണ്ടായതായി നാം കാണും. അബ്രാം കനാനിൽ നിന്നും മിസ്രൈമിലേക്ക് ഓടിപ്പോയി. അത് തെറ്റായിപ്പോയി എന്നും നമുക്ക് മനസ്സിലാക്കാം. അവിടെ അവൻ വലിയ ധനത്തെയും മിസ്രൈമ്യ ദാസിയായ ഹാഗാറിനെയും സമ്പാദിച്ചു. ഇവ രണ്ടും അവന് പിന്നീട് പ്രശ്നമാകുകയും ചെയ്തു. മൂന്നാമതായി, അബ്രാമിന് വളരെ സമ്പത്തുണ്ടായിരുന്നത് ഒരു യഥാർത്ഥ പരീക്ഷയായിരുന്നു. ഇന്നും അനേകർക്കും ഒരു തടസ്സമായി നിൽക്കുന്നത് സമ്പത്താണ്. എന്നാൽ ആ സാഹചര്യത്തിലും അബ്രാം ദൈവത്തെ മറന്നില്ല. അവൻ തീർച്ചയായും തൻ്റെ സഹോദരപുത്രനോട് ഔദാര്യത്തോടെ പെരുമാറി. എന്നാൽ കാലാന്തരത്തിൽ സമ്പത്ത് അവനെയും ലോത്തിനെയും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ വീണ്ടും ദൈവം അബ്രാമിന് പ്രത്യക്ഷനായി. നാലാമതായി, കിഴക്കേ രാജാക്കന്മാരെ തോൽപ്പിച്ചത് മൂലം അബ്രാമിന് അധികാരം ലഭിച്ചു. അതൊരു വാസ്തവമായ പരീക്ഷ തന്നെയായിരുന്നു. അവൻ വിജയശ്രീലാളിതനായി തീർന്നു. തുടർന്ന് ശാലേം രാജാവായ മൽക്കിസദേക്ക് അബ്രഹാമിനെ കണ്ടുമുട്ടി. അബ്രഹാമിനെ തൻ്റെ പരീക്ഷയിൽ അവൻ ബലപ്പെടുത്തി നിർത്തി. അങ്ങനെ അവൻ യുദ്ധത്തിൽ സമ്പാദിച്ച കൊള്ള അബ്രഹാം നിരസിച്ചു. തുടർന്ന് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദൈവം. അഞ്ചാമതായി, തൻ്റെ ഭാര്യ സാറായിലൂടെ അബ്രഹാമിന് ഒരു മകനെ നൽകുമെന്ന ദൈവവാഗ്ദാനം വൈകി എന്ന് ചിന്തിച്ച അബ്രഹാമിൻ്റെ ക്ഷമ നശിച്ച് സാറായിയുടെ നിർദ്ദേശപ്രകാരം അബ്രഹാം പെരുമാറുകയും ദൈവഹിതത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തു. ഇന്നും അതിൻ്റെ പരിണിത ഫലങ്ങൾ ലോകം അനുഭവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അബ്രഹാമിനുണ്ടായ ഒടുവിലത്തെ 2 പരീക്ഷകൾ സോദോം ഗൊമോരയുടെ നാശവുമായി തൻ്റെ മകൻ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്നതുമായി
ബന്ധപ്പെട്ടിട്ടുള്ള 2 പരീക്ഷകളാണ്. അത് നമ്മൾ വിശദമായി കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ പല കാര്യങ്ങളിലും നമുക്ക് നല്ലൊരു പാഠമായി അബ്രഹാമിൻ്റെ ജീവിതം മനസ്സിലാക്കാവുന്നതാണ്. വീഴ്ചകൾ വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ അബ്രഹാം മടങ്ങി വന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തെ കൂടുതലായി മുറുകെ പിടിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ പരീക്ഷകളെ നേരിടേണ്ടി വരുമ്പോൾ ചിലപ്പോൾ പരാജയപ്പെട്ടു പോയേക്കാമില്ലേ? എന്നാൽ നിങ്ങൾ ആ പരാജയത്തിൽ തന്നെ തുടരുകയാണോ? മടങ്ങി വന്ന് ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തയ്യാറാകുകയാണോ ചെയ്യുന്നത്? പരാജയങ്ങൾ സ്ഥിരമല്ല, ഈ കാര്യം മറക്കരുത്. പരാജയങ്ങളെ വിജയത്തിൻ്റെ ചവിട്ടുപടികളായി കണ്ടു മുന്നേറുന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ വിജയം. ഇന്ന് ഈ പാഠം അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ നാം പഠിച്ചതുമൂലം നമ്മുടെ ജീവിതത്തെ സ്വയം പരിശോധിക്കുവാനും വിജയത്തിൻ്റെ പടികൾ കയറുന്നതിനായി സമർപ്പിക്കുവാനും തീർച്ചയായും ദൈവം നമ്മെ സഹായിക്കും. 17-ാം അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ കൂടി ഒന്ന് നമുക്ക് ചിന്തിക്കാം. 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അതേക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. ഇസ്മായിൽ ജനിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ഹാക്ക് ജനിച്ചത്. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകും, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ദൈവം പറഞ്ഞത് അതാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഇതൊരു പുതിയ പേരാണ്. 2-ാം വാക്യത്തിൽ നാം കാണുന്നു, 17-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. നിയമം എന്ന പദം ഈ അധ്യായത്തിൽ തന്നെ 13 പ്രാവശ്യം കാണുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ 27 വാക്യങ്ങളിൽ ഈ ഒരൊറ്റ പദം 13 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് ഈ നിയമത്തിനാണ്, അല്ലെങ്കിൽ ഉടമ്പടിക്കാണ് എന്നത്രേ. അതാണ് പ്രധാനപ്പെട്ട ചിന്ത. ഒരു ഉടമ്പടി ചെയ്യുക മാത്രമല്ല, പിന്നെയോ സാറായിലൂടെ അവനൊരു മകനെ നൽകാമെന്നുള്ള വാഗ്ദത്തം സ്ഥിരീകരിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. റോമലേഖനം 4-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായിയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന്. മറ്റൊരർത്ഥത്തിൽ സാറായിയുടെ ഗർഭപാത്രം ഒരു ശവക്കുഴിയായിരുന്നു. എന്നാൽ സർവശക്തനായവൻ തൻ്റെ വാഗ്ദത്തം നിറവേറ്റി. മരണത്തിൽ നിന്നും ജീവൻ ഉത്ഭവിച്ചു, ഇസ്ഹാക്ക് ജനിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പൗലോസ് റോമലേഖനം 4-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. പൗലോസ് പറഞ്ഞു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു. മരണത്തിൽ നിന്നും ജീവൻ എന്ന ആശയം ഇവിടെ കാണാം. അബ്രഹാമിനോട് ദൈവം ഇപ്പോൾ ചെയ്യുന്ന വാഗ്ദത്തം ഇതാണ്. അബ്രഹാം 99 വയസ്സുള്ളവനായിരുന്നു. അതിൻ്റെ അർത്ഥം സാറായി 89 വയസ്സുള്ളവളായിരുന്നു എന്നത്രേ. ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാം 100 വയസ്സുള്ളവനും സാറ 90 വയസ്സുള്ളവളും ആയിരുന്നു. 3-ഉം 4-ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിൻ്റെ പേര് അബ്രഹാം എന്നായിരിക്കണം. ദൈവം അബ്രാമിനോട് അരുളി ചെയ്തത് അവൻ ബഹുജാതികൾക്ക് പിതാവായിരിക്കും എന്നാണ്. ഒരുപക്ഷെ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും അധികം മക്കളുള്ള മനുഷ്യൻ ഇദ്ദേഹമായിരിക്കുമെന്നത്രേ ഞാൻ ഊഹിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ 4000 വർഷങ്ങളായി അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയായി അതിമഹത്തായ 2 വംശങ്ങൾ നിലനിൽക്കുന്നു. ഇതിൽ ഓരോ വംശത്തിലും കോടിക്കണക്കിന് ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. എത്ര വലിയ കുടുംബമാണല്ലേ. വാസ്തവത്തിൽ കുടുംബയോഗം നടത്തുകയാണെങ്കിൽ അവരാണ് നടത്തേണ്ടത്. ഇതും പോരാഞ്ഞിട്ട് ആത്മീയ മക്കളുമുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മയും അബ്രഹാമിൻ്റെ മക്കളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. ഈ കോടിക്കണക്കിന് ആളുകളെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. ദൈവം അബ്രഹാമിനോട് പറയുന്നത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്നത്രേ.
ആ വാഗ്ദത്വം അവൻ നിറവേറ്റി. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്ന അബ്രാം എന്ന പദത്തിന് ഉന്നതനായ പിതാവ് അല്ലെങ്കിൽ ഉയരങ്ങളുടെ പിതാവ് എന്നൊക്കെ അർത്ഥം നൽകാവുന്നതാണ്. അബ്രഹാം എന്നതിന് ബഹുജാതികളുടെ പിതാവും എന്ന് അർത്ഥമാണ്. ഇവിടെ ഇതാ ഒരു മനുഷ്യന് കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പിതാവ് എന്ന പേര് ദൈവത്തിൽ നിന്നും ലഭിക്കുന്നു. അബ്രഹാം ആ സമയത്ത് വിശ്വാസത്താൽ ബഹുജാതികളുടെ പിതാവായിത്തീരുകയായിരുന്നു. എന്നാൽ ഇന്ന് 4000 വർഷങ്ങൾക്ക് ശേഷം ദൈവം പറഞ്ഞതുപോലെ തന്നെ അത് നിവർത്തിച്ചു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വഴികൾ എത്ര അപ്രമേയമാകുന്നു, അതിശയകരമാകുന്നില്ലേ? ആ വഴികളെ തിരിച്ചറിഞ്ഞ് ആ വഴിയിൽ മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തൊണ്ണൂറ്റിയൊമ്പതാമത്തെ വയസ്സിൽ ദൈവം തന്നെ തന്നെ അബ്രഹാമിന് വെളിപ്പെടുത്തിയത് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്നത്രേ. നമ്മുടെ സാഹചര്യങ്ങൾ എത്ര വൈഷമ്യം ഏറിയതാകുന്നു എന്നുള്ളത് ദൈവത്തെ ബാധിക്കുന്ന വിഷയമേ അല്ല. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെപ്പോലെ വിളിക്കുകയും ചെയ്യുന്നവനാണ് ദൈവമെന്നുള്ള ഉറപ്പ് അബ്രഹാമിനുണ്ടായിരുന്നു. ആ ഉറപ്പ് പ്രാപിക്കുവാൻ ദൈവം നമ്മെയും സഹായിക്കട്ടെ.